ഹലോ നമസ്തേ. നമ്മളിപ്പോഴുള്ളത് ലിറ്റിൽ എൻജിനീയേഴ്സ് പ്ലേ ഗ്രൗണ്ട് ബാംഗ്ലൂർ വൈറ്റ് ഫീൽഡിലുള്ള ലേ പ്ലേ എന്നുള്ള സ്ഥലത്താണ്. ഇതൊരു കുട്ടികളുടെ പ്ലേ ലാൻഡാണ്. ഒരു ആക്ടിവിറ്റി ബേസ്ഡ് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഒക്കെ കിട്ടുന്ന ഒരു വളരെ എൻ്റർടൈനിങ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുട്ടികൾക്കുള്ളൊരു പ്ലേ ഏരിയ ആണ്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഗോപാലൻ നാഷണൽ സ്കൂളിൻ്റെ തൊട്ടടുത്തായിട്ട് ഹൂഡിയിലാണ്, വൈറ്റ് ഫീൽഡ്. നമുക്ക് ഇവിടുന്ന് മെട്രോ കയറി കഴിഞ്ഞാൽ പർപ്പിൾ ലൈൻ മെട്രോ ഹൂഡി സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു 3 minutes വാക്കുള്ളൂ നമുക്ക് ഈ സൂപ്പർ ഫൺ ഇന്നോവേറ്റീവ് പ്ലേ ഏരിയയിലേക്ക് പോകാൻ. ഇതൊരു ഹാൻഡ്സ് ഓൺ എൻജിനീയറിങ് സേഫ് ആൻഡ് സൂപ്പർവൈസ്ഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ പ്ലേ ഏരിയ ആണ് കുട്ടികൾക്കുള്ള. അപ്പോൾ നമുക്ക് അകത്തേക്ക് പോയി നോക്കാം. ഒരു സ്റ്റെം ബേസ്ഡ് അപ്രോച്ചാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് സയൻസ്, ടെക്നോളജി, എൻജിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസാണ് ഓരോ ആക്ടിവിറ്റീസും. ഇവിടുത്തെ ഓരോ ആക്ടിവിറ്റീസ് ഓരോ സോൺസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് സോൺ 1 ഒരു എക്സ്കവേറ്റേഴ്സ് ഉള്ള സോണാണ്. നമുക്കതിൽ ഡയറക്റ്റ് കുട്ടികൾക്ക് കയറിയിരുന്ന് എക്സ്കവേറ്റേഴ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, മണ്ണ് ഡിഗ് ചെയ്യാനും സ്കൂപ്പ് ചെയ്യാനും അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ സെക്കൻഡ് സോൺ എന്ന് പറയുന്നത് ഒരു മിനി കൺസ്ട്രക്ഷൻ യാർഡാണ്. അവിടെ RC ട്രക്ക് ഉണ്ട്, ലോഡേഴ്സ് ഉണ്ട്, ക്രെയിൻസ് ഉണ്ട്. പിന്നെ തേർഡ് സോൺ എന്ന് പറയുന്നത് ഒരു DIY വർക്ക്ഷോപ്പാണ്. കുട്ടികൾക്ക് കുറച്ച് ടൂൾസ്, ഹാമേഴ്സ് യൂസ് ചെയ്യാം, പിന്നെ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യാം, അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ. പിന്നെ ഫോർത്ത് സോൺ എന്ന് പറയുന്നത് റൈഡ് ഓൺ മെഷീൻസ് ആണ്. ഇവിടെ ഓരോ ആക്ടിവിറ്റിയുടെ സൈഡിലും ഒരു ടൈമർ ബാർ ഉണ്ടാകും. അതായത് ഒരു 9 to 10 minutes ആണ് ടൈമർ ബാറിൻ്റെ ടൈം. അതിപ്പം ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ടൈമർ ബാർ സ്റ്റാർട്ട് ആവുകയും കുട്ടികൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും എപ്പോഴാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ടത്. ടൈമർ ബാർ സ്റ്റോപ്പ് ആവുന്നിടത്തോളം അവർ കളിക്കും, തന്നെ ടാസ്ക് കംപ്ലീറ്റ് എന്ന് കാണിക്കുന്നു. നിർത്തണം എന്നുള്ളത് അവർക്ക് തന്നെ മനസ്സിലാകും. അതൊരു നല്ല പോസിറ്റീവായിട്ടുള്ളൊരു അപ്രോച്ചാണ്. ഇപ്പോൾ കാണുന്നതാണ് സോൺ 2 മിനി കൺസ്ട്രക്ഷൻ യാർഡ്. ഇവിടെ റിമോട്ട് കൺട്രോൾ ട്രക്സ് ഉണ്ട്, ലോഡേഴ്സ് ഉണ്ട്, ക്രെയിൻസ് ഉണ്ട്. നമുക്കിഷ്ടമുള്ള വെഹിക്കിൾസ് ചൂസ് ചെയ്ത് ഓടിക്കാവുന്നതാണ് റിമോട്ട് യൂസ് ചെയ്ത്. എല്ലാ സ്ഥലത്തും നമ്മളെ അസിസ്റ്റ് ചെയ്യാനായിട്ട് അസിസ്റ്റൻസ് ഉണ്ട്. ഫുൾ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസും ഡയറക്ഷൻസും എല്ലാം തരാനായിട്ട് ആൾക്കാരുണ്ട്. വെരി ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ്, വെൽ ട്രെയിൻഡ് ആണ്. നമ്മളിവിടെ കയറുമ്പോൾ നമുക്കിങ്ങനെ ഒരു ജോബ് കാർഡ് തരും. നമ്മൾ ചൂസ് ചെയ്ത പാക്കേജ് അനുസരിച്ചുള്ള ജോബ് കാർഡാണിത്. ഇപ്പോൾ നമ്മളെടുത്തിരിക്കുന്ന 1x സൈറ്റ് പാസ്സാണ്. അതായത് 1 time ഈച്ച് സോണിൽ ഓരോ ആക്ടിവിറ്റി ചെയ്യാൻ പറ്റും. അതുപോലെ 2x ഉണ്ട്, 3x ഉണ്ട്. റേറ്റ്സ് വേറെയാണ്. നമ്മൾ ഓരോ സോണിൽ കയറുമ്പോഴും അവർ ടിക്ക് ചെയ്യും. അങ്ങനെയാണിത്. ആസ് ഓഫ് നൗ ഇതിൻ്റെ റേറ്റ്സ് വരുന്നത് വെബ്സൈറ്റിൽ പറയുന്നത് 1xനാണെങ്കിൽ 999 plus GST അറൗണ്ട് 1178 rupees വരും. 2x ആണെങ്കിൽ 1499 plus GST 1768 rupees വരും. ആൻഡ് 3x ആണെങ്കിൽ 1999 plus GST. അത് ഒരു 2358 അറൗണ്ട് വരും. Radio hums a tune I can't name. Crooked smiles, crashing waves, no shame. Flip my phone, toss it in. ഇതാണ് അവരുടെ ഒരു ഡാർക്ക് റൂം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഒരു സ്ക്രീനുണ്ട്. സ്ക്രീനിൽ നമ്മളിവിടെ കുറച്ച് പേപ്പേഴ്സ് വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ഇഷ്ടമുള്ള പടം ചൂസ് ചെയ്ത് കളർ ചെയ്യാം. കളർ ചെയ്തിട്ട് നമ്മൾ അവിടെ ഒരു മെഷീനുണ്ട്, അതിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കളർ ചെയ്ത പടം തന്നെ ആ സ്ക്രീനിൽ അപ്പിയർ ആവും. അതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിരുന്നു. നമ്മൾ ഉണ്ടാക്കിയ ലയണാണ് ഇപ്പോൾ അവിടെ ഓടി നടക്കുന്നത്. അതുപോലെ ഇവിടെ ഒരു സാൻഡ് ഏരിയ ഉണ്ട്. കുട്ടികൾക്ക് സാൻഡിൽ കൈ വെച്ച് കളിക്കാം.
അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ഇതാണ് സോൺ 1, എക്സ്കവേറ്റേഴ്സ് ഉള്ള സോൺ. ഇതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സെക്ഷനായിരുന്നു. കാരണം കുട്ടികൾക്ക് സേഫ്റ്റി ഗിയറും ഹെൽമെറ്റും ഒക്കെ ഇട്ടിട്ട് സ്വന്തമായിട്ട് നമുക്ക് ഈ എക്സ്കവേറ്റേഴ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് മണ്ണ് ഡിഗ് ചെയ്യുന്നത്, സ്കൂപ്പ് ചെയ്യുന്നത്, അതൊക്കെ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യും. ഇവിടെയും ഇതുപോലെ ടൈമർ ബാർസ് ഉണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ടൈമർ ബാർ സ്റ്റാർട്ടാവും. ആൻഡ് അറൗണ്ട് ഒരു 10 minutes കുട്ടികൾക്ക് കളിക്കാം. ഇൻസ്ട്രക്ഷൻസൊക്കെ എല്ലായിടത്തും എഴുതിയിട്ടുണ്ട്. അതല്ലാതെ നമുക്ക് അസിസ്റ്റൻസിനും ആൾക്കാർ എപ്പോഴും അവൈലബിൾ ആണ്. ഒരു ഹാഫ് ഡേ വെൽ സ്പെൻഡ് ആയിരുന്നു ഇത്. നല്ല ഇൻട്രസ്റ്റിങ്ങും എൻഗേജിങ്ങും സൂപ്പർ ഫണ്ണും ആയിരുന്നു. കുട്ടികൾക്കും അതേപോലെ തന്നെ പേരൻസിനും വളരെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണിത്. ഇതാണ് ആ ടൈമർ ബാർ. വളരെ സ്ലോ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് വളരെ കൺസിഡറേറ്റ് ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഫീഡിംഗ് റൂമാണ്. നല്ല ക്യൂട്ട് ഡിസൈൻസ് ഒക്കെ ഉള്ള ഒരു ഫീഡിംഗ് റൂം ഉണ്ട്. ഫാനും അത്യാവശ്യം ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ചെയറും ഫുഡ് റെസ്റ്റും എല്ലാം അവൈലബിൾ ആണ്. കൺസിഡറേറ്റ് എന്ന് ഞാൻ പറയാൻ കാരണം നമുക്കിവിടെ ഫാനും അതുപോലെ തന്നെ ലൈറ്റ് ഡിം ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ബ്രൈറ്റ്നസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ കുട്ടികൾക്ക് ഫീഡ് ചെയ്യാനാണെങ്കിലും ഉറക്കാനാണെങ്കിലും ഒക്കെ നമുക്ക് ഈ റൂമിൽ വന്നു കഴിഞ്ഞാൽ നോയ്സ് ഒന്നുമില്ലാതെ യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ വാഷ്റൂംസും എല്ലാം വളരെ കിഡ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കുട്ടികളുടെ സൈസിനുള്ള കൊമോഡ്സും അതുപോലെ വെരി ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വാഷ്റൂംസാണ്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഡാർക്ക് റൂം. ഇത് മറ്റേ DIY ഏരിയ ആണ്. പെയിൻറ്റിങ്ങും ഹാമർ ടൂൾസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇനി ഫസ്റ്റ് ഫ്ലോറിലാണ് ഇവരുടെ ബഗ് ആൻഡ് ബീൻ കഫേ. കിഡ് ഫ്രണ്ട്ലി മീൽസൊക്കെ അവൈലബിൾ ആണ് ഇവിടെ. ചെറിയ സ്നാക്സും ബർഗേഴ്സ് അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ അവൈലബിൾ ആണ്.
അതേപോലെ ഫസ്റ്റ് ഫ്ലോറിലൊരു ചെറിയ ഹാളുണ്ട്. നമുക്ക് ബർത്ത്ഡേ പാർട്ടീസ് അതല്ലെങ്കിൽ എന്തെങ്കിലും ഈവൻറ്റ്സ് ഓർഗനൈസ് ചെയ്ത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊവിഷനുമുണ്ട്. ഇതാണ് ബഗൻ ബീൻ കഫേ. ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയാണ് ഗോ കാർട്ടിംഗ് ഉള്ളത്. അത് എക്സ്ട്രാ ആണ്, നമ്മുടെ 1X പാക്കേജിൽ ഉൾപ്പെട്ടതായിരുന്നില്ല. എക്സ്ട്രാ ഒരു 400 പ്ലസ് എമൗണ്ട് ഉണ്ടായിരുന്നു അതിന്. അതും ഇത് പറഞ്ഞ പോലെ ഒരു ടൈമർ ബാറുണ്ട്. അറൗണ്ട് 10 മിനിറ്റ്സ് ആണ്. കുട്ടികൾക്ക് തന്നെ റിമോട്ട് കൺട്രോൾഡ് അല്ല, കുട്ടികൾ തന്നെയാണ് ഫുള്ളി ഓപ്പറേറ്റ് ചെയ്യുന്നത്. അവർക്ക് ആക്സലറേഷനും സ്റ്റിയറിംഗ് കൺട്രോളും എല്ലാം സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സെഗ്മെൻ്റ് ആയിരുന്നു ഇത്. നല്ല പോലെ കുട്ടികളെ ഗൈഡ് ചെയ്യും. അതുപോലെ സേഫ്റ്റി ഗിയർ എല്ലാം ഉണ്ട്. എങ്ങനെയാണ് അത് വർക്ക് ചെയ്യേണ്ടതെന്നെല്ലാം അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടാണ് അവർ റൈഡിൽ കയറ്റുന്നത്. സോൺ 4 ഒഴിച്ച് ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് ഇൻഡോർ ഗെയിംസാണ്, ഇൻഡോർ ആക്ടിവിറ്റീസാണ്. സോൺ 4 എന്ന് പറയുന്നത് ഔട്ട്ഡോർ ട്രാക്ടർ സോണാണ്. മഴയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ സോണിന് അവർ ഓപ്പൺ ചെയ്ത് തരില്ല. ഇപ്പം നിങ്ങൾ പോകുന്ന ദിവസം മഴയൊക്കെ ഉണ്ടെങ്കിൽ മഴയില്ലാത്ത ടൈം നോക്കി ഫസ്റ്റ് അത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. സോൺ 4 അതിവിടുന്ന് കാണുന്ന ആ സോണാണ് സോൺ 4. ഇവിടെ കണ്ട മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള ഓരോ സ്റ്റാഫും നമ്മളെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു വർക്ക് കൂടാതെ വളരെ ഇൻവോൾവ്ഡ് ആയിട്ടാണ് ഓരോ ആക്ടിവിറ്റീസിലും എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്നത്. കുട്ടികളെ എൻകറേജ് ചെയ്യാനാണെങ്കിലും കുട്ടികളെ സന്തോഷിപ്പിക്കുകയും അവരെ അസിസ്റ്റ് ചെയ്യും എല്ലാം കൂടെ ഇരുന്ന് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഫുൾ ടൈം ഇൻവോൾവ്ഡ് ആണ്. അതൊരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നി. ഈവൻ പേരൻസിനെ ആണെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ചെയറിട്ട് വരികയും അങ്ങനെ എല്ലാ കാര്യങ്ങളിലും അവർ വളരെ നല്ലൊരു റെസ്പോൺസായിരുന്നു, സർവീസായിരുന്നു. ഇവിടെ നമ്മൾ വീണ്ടും വന്നൊരു കെമീലിയണിന് കളർ ചെയ്തു ഒന്നും കൂടി അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വന്നിരുന്നു. എന്നാൽ നമ്മൾ കളർ ചെയ്ത കെമിലിയനോട് നടക്കുന്നു. വീണ്ടും അത് അവർ സ്കാൻ ചെയ്തു. അപ്പോൾ പിന്നെയും കാണാൻ പറ്റി. ഇതൊരു പുതിയ അനുഭവം തന്നെയായിരുന്നു. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഇത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ലിറ്റിൽ എൻജിനീയേഴ്സ് പ്ലേ ഗ്രൗണ്ട് ലേ പ്ലേയിൽ കാണാൻ സാധിച്ചത്. ഇനി പാർക്കിംഗ് ആണെങ്കിൽ ആമ്പിൾ പാർക്കിംഗ് അവൈലബിൾ ആണ്. ഇഷ്ടംപോലെ കാർസ് ആൻഡ് 2 വീലേഴ്സിനുള്ള പാർക്കിംഗ് സ്പേസും അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവർക്കും, കിഡ്സുള്ള എല്ലാവർക്കും എസ്പെഷ്യലി ഒരു ഡേ വന്നു പോകാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ്. അപ്പോൾ വീണ്ടും ഒരു പുതിയ സ്ഥലമായി തിരിച്ചു വരുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ, സ്റ്റേ ട്യൂൺ.